വെൽക്കം ടു മൈ ചാനൽ. ഹൈദരാബാദിലെ പ്രസിദ്ധമായ ഗോൾക്കൊണ്ട ഫോർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത്. കൊണ്ടപ്പള്ളി കോട്ടയുടെ മാതൃകയിൽ പ്രതിരോധത്തിൻ്റെ ഭാഗമായി കാകതീയ രാജവംശം ആണ് ഈ ഗോൾക്കൊണ്ട കോട്ട നിർമ്മിച്ചത്. ഏകദേശം 390 അടി ഉയരമുള്ള ഒരു ഗ്രാനൈറ്റ് കുന്നിലാണ് ഈ കോട്ട നിർമ്മിച്ചത്. അന്നത്തെ രാജാവായിരുന്ന റാണി രുദ്രമദേവിയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ പ്രതാപ് രുദ്രയും കോട്ട ഈ രീതിയിൽ പുനർനിർമ്മിച്ചു. തുടർന്ന് ഗോൾക്കൊണ്ട കേന്ദ്രമാക്കി ഹൈദരാബാദ് ഭരിച്ച കുതബ് ഷാഹി രാജവംശമാണ് കോട്ട പിന്നീട് ഭരിച്ചത്. തെലങ്കാന ഹൈദരാബാദിലെ പ്രധാനപ്പെട്ട ഒരു കോട്ടയാണിത്. ഇതിന് 15,200 കോടി രൂപ വില വരുന്നു എന്നാണ് പറയുന്നത്. ഈ കയറി ചെല്ലുന്ന എൻട്രൻസിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ സംസാരിച്ചാൽ 1 കിലോമീറ്റർ ദൂരെയുള്ള കുന്നിൻ മുകളിലുള്ള കൊട്ടാരത്തിൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾ അവിടെ കേൾക്കാനായിട്ട് സാധിക്കും എന്നൊരു പ്രത്യേകതയും ഉണ്ട്. ഈ കോട്ടയ്ക്കുള്ളിൽ നിരവധി കൊട്ടാരങ്ങളും അതുപോലെ തന്നെ ജയിലുകളുമൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഒരു ചരിത്ര വിസ്മയം തന്നെയാണ് ഈ കോട്ട. ഇന്ന് പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഈ കോട്ട ഉള്ളത്. ഈ കോട്ടയുടെ ഏറ്റവും മുകളിലായിട്ട് ഒരു ക്ഷേത്രം ഉണ്ട്. ഭദ്രകാളിയുടെയും ദുർഗയുടെയും പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണുള്ളത്. ഇതിനകത്ത് വിശാലമായിട്ടുള്ള പുൽത്തകിടികളും ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഇതിനകത്ത് ധാരാളം അറകളുമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെല്ലാം ഇപ്പം ഇരുട്ടും മൂടിയ നിലയിലാണ്. ഇതിൻ്റെ കോട്ടയിലെ ഏറ്റവും മുകളിൽ നിന്ന് നോക്കിയാൽ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ നമുക്ക് വീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴാണെങ്കിൽ ഹൈദരാബാദ് നഗരം പൂർണ്ണമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ കോട്ടയ്ക്കുള്ളിലുള്ള ദൃശ്യങ്ങളാണ്. ഇതൊക്കെ രാജഭരണകാലത്തുണ്ടായിരുന്ന കൊട്ടാരത്തിൻ്റെ ഭാഗങ്ങളാണ്. ഈ കാകതീയ രാജവംശത്തിൻ്റെ ഭരണത്തിന് ശേഷം ഭരിച്ച കുതബ് ഷാഹി രാജവംശമാണ് ഈ കോട്ട പിന്നെ പിടിച്ചെടുത്തത്. ഇതിനുള്ളിലെ കൊട്ടാരങ്ങളും അതുപോലെ പള്ളികളും ഒക്കെ ഇവിടെയൊക്കെ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 3 മണിക്കൂറിനും 4 മണിക്കൂറിനും ഇടയ്ക്കുള്ള സമയം കൊണ്ട് മാത്രമേ ഈ കോട്ട മൊത്തമായിട്ട് നമുക്ക് ചുറ്റി കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. നിരവധി ടൂറിസ്റ്റുകളാണ് ഇവിടെ എത്തുന്നത്. വിദേശികളും അതിനകത്ത് ഉൾപ്പെടുന്നു. കരിങ്കല്ല് കൊണ്ടും ഗ്രാനൈറ്റ് കൊണ്ടും നിർമ്മിച്ചിരിക്കുന്ന ആണ്. ഇവിടെ പീരങ്കികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഒരു ഗാദറിംഗ് സ്ഥലമാണ്. ഇതിന് മുകളിലേക്ക് കടന്നു പോകുന്ന വഴിയാണ്. ഇതിനുള്ളിൽ തന്നെ കോട്ടയ്ക്കുള്ളിൽ തന്നെ ഒരു കുളമുണ്ട്. ഇതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ക്ഷേത്രം. രാജാവ് ഇത് ക്ഷേത്രം പണിയാൻ കാരണം ഒരു ആട്ടിടയൻ ഇവിടെ ദേവസാന്നിധ്യം കണ്ടെത്തി എന്നറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഈ കോട്ട ഇവിടെ നിർമ്മിക്കുന്നത്. ആദ്യം മണ്ണുകൊണ്ടായിരുന്നു ഇത് നിർമ്മിച്ചിരുന്നത്. ഇതാണ് ഏറ്റവും മുകളിൽ ടോപ്പിലുള്ള ഭാഗം. ഇവിടെ നിന്ന് വീക്ഷിച്ചാൽ ഹൈദരാബാദ് നഗരം മുഴുവൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. $390 അടി ഉയരമുണ്ട് ഏറ്റവും മുകളിൽ എത്തുമ്പോഴത്തേക്ക്. ഇതിപ്പോൾ ഒരു ചരിത്ര സ്മാരകമായിട്ട് കാത്തു സൂക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യും.